പയറുകളും കൃഷിസ്ഥലങ്ങളും മുന്തിരിത്തോപ്പുകളുമുള്ള ഒരു കൊച്ചു സുന്ദര ഗ്രാമം. ഇവിടെ മുന്തിരി കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനാണ് വീരൻ. ഹോ, ഇന്നും എൻ്റെ മുന്തിരി മുഴുവൻ ആ കുഞ്ഞിക്കിളി തിന്നു തീർത്തു. ഇതിന് ഒരു പോംവഴി കാണണമല്ലോ. അപ്പോ അതാ വരുന്നു വീരന്റെ സുഹൃത്തായ സാര എന്ന വരയൻ കുതിര. എന്തുപറ്റി? ആശാൻ ഭയങ്കര ശോകത്തിലാണല്ലോ. നിനക്കറിയാലോ, ഞാൻ ജീവിക്കുന്നത് മുന്തിരി വിറ്റിട്ടാണ്. പക്ഷേ എൻ്റെ മുന്തിരികൾ മുഴുവനും ദിവസേന ഈ കുഞ്ഞിക്കിളി വന്ന് തിന്നു തീർക്കുന്നു. ഇതിനൊരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. വിഷമിക്കേണ്ട ആശാനെ, നമുക്ക് ആ കുഞ്ഞിക്കിളിക്ക് ഒരു പണി കൊടുക്കാം. ആണോ? അതെങ്ങനെ? അതിപ്പോ നമ്മുടെ ഭീമൻ കരടി ഉണ്ടല്ലോ. അതെ, പുള്ളിക്കാരന്റെ കയ്യിൽ ഈ കാര്യം ഏൽപ്പിക്കാം. വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോളും. ആ, അത് ശരിയാണല്ലോ. എന്നാ ഭീമനോട് നാളെ തന്നെ വരാൻ പറ. അങ്ങനെ സാര വീരനെ സഹായിക്കാൻ ഭീമൻ കരടിയെ കാണുകയും കുഞ്ഞിക്കിളിയെ തട്ടാനുള്ള പദ്ധതി ഒരുക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ സംസാരിക്കുന്നത് മുഴുവൻ കുഞ്ഞിക്കിളി ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ ഇന്ന് കുതുക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. കുതന്ത്രശാലിയായ കുഞ്ഞിക്കിളി ഇതറിഞ്ഞതും അവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. രാജാവേ, നിങ്ങൾ അറിഞ്ഞില്ലേ? ഭീമൻ കരടി കാട്ടിലെ പുതിയ രാജാവ് താനാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഓഹോ, അങ്ങനെയാണോ സംഗതി? അതെ, സിംഹരാജൻ ഒരു മന്ത്രനാണെന്നും കാട്ടിലെ കപട രാജാവാണെന്നും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഭീമൻ കാട്ടിലെ മൃഗങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി പുതിയ രാജാവ് താനാണെന്ന് വിളംബരം ചെയ്യുന്നു. ഓഹോ, അത് ശരി. ഈ ചർച്ച നടക്കുന്നത് എവിടെയാണ് കുഞ്ഞിക്കിളി? അത് നമ്മുടെ വീരന്റെ മുന്തിരിത്തോപ്പിലാ. എങ്കിൽ ഞാൻ വീരന്റെ മുന്തിരിത്തോപ്പിലേക്കൊന്ന് പോട്ടെ. എങ്കിൽ മുന്തിരിത്തോപ്പിലേക്ക് പോയി ആ ഭീമൻ കരടിയെ തട്ടിയേക്കി. ഈ കാട്ടിൽ രാജാവായി സിംഹരാജൻ മാത്രം മതി. അങ്ങനെ വീരന്റെ കൃഷിസ്ഥലത്ത് സിംഹരാജാവ് എത്തുന്നു. എടാ ഭീമ, നീ കാട്ടിലും നാട്ടിലുമായി എന്തൊക്കെയൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാം. അയ്യോ സിംഹരാജൻ, ഓടി രക്ഷപ്പെടട്ടെ. അങ്ങനെ കുഞ്ഞിക്കിളി ഇവിടെയും സൂത്രം ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു.